ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ സാഹചര്യത്തിൽ ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടരുന്നു. മണ്ഡലങ്ങളിലെ പാർട്ടി വോട്ട് ചോർച്ച പഠിക്കാൻ അന്വേഷണ കമ്മീഷൻ വന്നേക്കും. പത്തനംതിട്ട ഉൾപ്പെടെയുള്ള പാർലമെന്റ് മണ്ഡലങ്ങളിൽ വൻതോതിൽ പാർട്ടി വോട്ടുകൾ കുറഞ്ഞു എന്നാണ് വിലയിരുത്തൽ. വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസവും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടന്നിരുന്നു. ഇന്നും അതേ രീതിയിൽ തന്നെ തുടരുകയാണ്. എന്തൊക്കെ കാര്യങ്ങളിലാണ് ഒരു തീരുമാനമുണ്ടാകുന്നത്? ഇന്നലെയാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കമായത്. CPMന്റെ മുതിർന്ന നേതാക്കന്മാരായ സീതാറാം യെച്ചൂരി ഒപ്പം സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം പാർട്ടിക്ക് ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു വലിയ ക്ഷീണമാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് പ്രാഥമിക ഘട്ടത്തിലെ വിലയിരുത്തൽ. പാർട്ടിയുടെ കോട്ടകൾ, അതായത് പാർട്ടിക്ക് അടിസ്ഥാനപരമായി വോട്ട് കിട്ടുന്ന മേഖലകൾ, പാർട്ടി വോട്ടുകൾ, ഇവയെല്ലാം തന്നെ വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു. ഇത് കനത്ത പരാജയത്തിന് വഴിവെച്ചു എന്നാണ് ആദ്യഘട്ടത്തിലെ കണ്ടെത്തൽ. അത്തരത്തിൽ വീഴ്ചയുണ്ടായ സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് എന്താണ് പാർട്ടിക്ക് സംഭവിച്ചതെന്നും പാർട്ടി അണികൾ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്നും അകന്നുപോയി എന്ന കാര്യത്തെക്കുറിച്ചുമൊക്കെ ഒരു അന്വേഷണം നടത്താനാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ തീരുമാനം. CPM പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് പരാജയം സംഭവിച്ചു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ആറ്റിങ്ങലിൽ മാത്രമാണ് പരാജയപ്പെട്ടു എങ്കിൽ പോലും അല്പമൊന്ന് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞത്. ആലത്തൂരിൽ വിജയം കൈവരിച്ചുവെങ്കിലും തെക്കൻ കേരളത്തിൽ ഒന്നടങ്കം വലിയ തരത്തിലെ പരാജയം പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും പത്തനംതിട്ടയിൽ 63% വോട്ടാണ് അവിടെ പോൾ ചെയ്തിരുന്നത്. അതിൽ 64,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി UDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. മാത്രവുമല്ല, ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് BJPക്ക് അവിടെ വോട്ട് കൂടിയിരിക്കുന്നത്. 2 ലക്ഷത്തിന് മുകളിലേക്ക് BJPയുടെ വോട്ട് വർദ്ധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ചും ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ 14,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വലിയ തരത്തിലുള്ള അപ്രതീക്ഷിതമായ വോട്ട് കുറവ് ഉണ്ടായിരിക്കുന്നു. ഇത് പാർട്ടിക്ക് വലിയ തരത്തിലുള്ള ക്ഷീണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വലിയ തരത്തിലുള്ള ഒരു പഠനം അനിവാര്യമാണെന്നാണ് ഇന്നലെ തുടങ്ങിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ വിലയിരുത്തൽ. പ്രത്യേകിച്ചും ആലത്തൂരിൽ വിജയം കൈവരിച്ചുവെങ്കിൽ തന്നെയും ആ ഭൂരിപക്ഷം പാർട്ടി പ്രതീക്ഷിച്ചിരുന്ന ഭൂരിപക്ഷമല്ല. 8 മുതൽ 12 പാർലമെന്റ് മണ്ഡലങ്ങൾ വരെ ലഭ്യമാകുമെന്ന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് വടക്കൻ കേരളത്തിൽ വലിയ തരത്തിലുള്ള വീഴ്ച പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നു എന്ന് ഇന്നലെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്ത പല നേതാക്കളും പറഞ്ഞിരിക്കുന്നു. ഇത് പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ എന്ന് പറയുമ്പോൾ സാധാരണ വോട്ടുകൾക്ക് ഉപരിയായി പാർട്ടി ബന്ധുക്കൾ അല്ലെങ്കിൽ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവർ, പാർട്ടി പ്രവർത്തകർ, ഇവരുടെ വോട്ടുകൾ ഉണ്ടായ ചോർച്ചയും ഒപ്പം കുറവുമാണ് ഈ കനത്ത പരാജയത്തിന് കാരണമായതെന്ന് വിലയിരുത്തുന്നു. അടിസ്ഥാനപരമായി പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ടുകളിൽ ഏത് തരത്തിലുള്ള വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് പഠിക്കാൻ തന്നെയാണ് ഒരു കമ്മീഷനെ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കമ്മീഷനെ നിയോഗിക്കുന്ന കാര്യം സംസ്ഥാന സമിതി യോഗത്തിൽ ആയിരിക്കും തീരുമാനിക്കുക. മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത് 140 നിയമസഭാ മണ്ഡലങ്ങളിലും പാർട്ടിക്കുണ്ടായ വോട്ട് കുറവിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ആളുകളെ ചുമതലപ്പെടുത്തും. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പാർട്ടിക്ക് ഉണ്ടായ ഈ പരാജയം കേവലം ഒരു പരാജയമായി മാത്രം കാണാതെ വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിലും ഒപ്പം തുടർന്നുണ്ടാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പരാജയത്തിന്റെ അലയൊലികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് വലിയ തരത്തിൽ ഒരു പാർട്ടി പഠനം തന്നെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തോമസ് ഐസക് കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പാർട്ടി പരിശോധിച്ചിട്ട് കാര്യമില്ല, ജനങ്ങളുടെ വികാരങ്ങൾ കൂടി മനസ്സിലാക്കാൻ പാർട്ടി തയ്യാറാകണം. എന്തുകൊണ്ടാണ് പാർട്ടിക്ക് പലപ്പോഴായി ഇത്തരത്തിലുള്ള വലിയ പ്രഹരങ്ങൾ ലഭിക്കുന്നത്? പ്രത്യേകിച്ചും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPയെ പുറത്താക്കണമെന്ന് ഇന്ത്യയിൽ ഒന്നടങ്കം ഒറ്റക്കെട്ടായി പ്രതിപക്ഷ കക്ഷികൾ ഇന്ത്യ മുന്നണി രൂപീകരിച്ച് തയ്യാറെടുത്തപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകേണ്ടിയിരുന്ന കേരളത്തിൽ നിന്നും പാർട്ടിക്ക് വലിയ തരത്തിലെ ക്ഷീണമുണ്ടായിരിക്കുന്നു. ഈ ക്ഷീണം ഒരിക്കൽ പോലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് തോമസ് ഐസക്കും ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു വെച്ചത്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ പാർട്ടിക്ക് പുറത്തു നിന്നും പാർട്ടിക്കുള്ളിൽ നിന്നുമൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാൽ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വലിയ തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ ഭരണത്തിനെതിരെയോ ഒന്നും തന്നെ വിമർശനങ്ങൾ ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം പുറത്തുള്ള ചില നേതാക്കൾ പറയുന്നത് ഭരണവിരുദ്ധ വികാരം വലിയ തരത്തിൽ അലയടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയധികം വോട്ട് കുറയില്ല. കോവിഡ് സമയത്തും തൊട്ട് പിന്നാലെയുള്ള വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്തുമൊക്കെ സർക്കാർ നൽകിയ കൈത്താങ്ങ് ജനങ്ങൾ ഒരു നിമിഷം കൊണ്ട് വിസ്മരിക്കാനിടയായ സാഹചര്യം അത് പഠിച്ചേ മതിയാവുള്ളൂ. ഏതു തരത്തിൽ
പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു വീഴ്ചയുണ്ടായി. അത്തരം കാര്യങ്ങളെക്കുറിച്ച് വലിയ തരത്തിലെ പഠനം വേണം. അതോ പാർട്ടി നേതാക്കളും പാർട്ടി പ്രവർത്തകരും പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന അടിസ്ഥാന വർഗവും തമ്മിൽ വലിയ തരത്തിൽ അകന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കമ്മീഷനെ മുൻനിർത്തി ഈ പഠനവുമായി പോകാൻ പാർട്ടി നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നും തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പുരോഗമിച്ചു വരുന്നത്. ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ റിപ്പോർട്ടാക്കി നാളെ തുടങ്ങുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ റിപ്പോർട്ടായി അവതരിപ്പിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും 3 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ചകൾ നടത്തുക. സംസ്ഥാന സമിതി യോഗത്തിലെയും പ്രധാന അജണ്ട ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയം തന്നെയാണ്. 14 ജില്ലാ സെക്രട്ടറിമാരും ഒപ്പം 14 പാർലമെന്റ് മണ്ഡലങ്ങളിലെ ചുമതലയുള്ള ആൾക്കാരും തന്നെ സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവർ ഓരോരുത്തരും പാർട്ടിക്കുണ്ടായ പരാജയ കാരണങ്ങൾ കേന്ദ്ര നേതാക്കൾക്ക് മുന്നിൽ വിവരിക്കണം, സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വിവരിക്കണം. അത്തരത്തിൽ പാർട്ടിക്ക് എന്ത് തരത്തിലുള്ള ക്ഷീണം സംഭവിച്ചു, ആ ക്ഷീണത്തിന് പിന്നിൽ പാർട്ടിക്കുള്ളിൽ ഉള്ളവരാണോ, അല്ലെങ്കിൽ പാർട്ടിയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പാർട്ടി ചേരിതിരിഞ്ഞുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ ഇഴകീറിയുള്ള ഒരു പരിശോധന സംസ്ഥാന സമിതി യോഗത്തിലും ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഏതു തരത്തിലുള്ള ഒരു തിരുത്തൽ നടപടിയുമായി പാർട്ടി മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. നിലവിലെ സാഹചര്യത്തിൽ ഒരു തിരുത്തൽ നടപടി അനിവാര്യമാണ് എന്ന് തന്നെയാണ് പാർട്ടി നേതാക്കൾ പറഞ്ഞു വയ്ക്കുന്നതും സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ചർച്ചകളും പറഞ്ഞു വയ്ക്കുന്നത്. അതിന് ഉദാഹരണം തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ തോമസ് ഐസക് വളരെ എടുത്തു പറഞ്ഞൊരു കാര്യം. പാർട്ടിക്കുള്ളിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല, ജനങ്ങൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കുവാൻ പാർട്ടി തയ്യാറാകണമെന്ന്. അത്തരത്തിൽ ഒരുപക്ഷെ ഈ വാക്കുകൾ അല്ലെങ്കിൽ തോമസ് ഐസക്കിന്റെ ആരോപണം മുഖവിലേക്ക് എടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പാർട്ടിക്കുണ്ടായ ക്ഷീണത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുവാൻ, ഒരു പഠനം നടത്തുവാൻ ഒരു പക്ഷേ പാർട്ടി തയ്യാറെടുക്കും. അതേസമയം നിലവിൽ പാർട്ടിക്ക് കെട്ടുറപ്പിൽ ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. ചില പ്രതിഭാസങ്ങളുടെ ഭാഗമായിട്ടാണ് പാർലമെന്റിൽ വോട്ട് കുറഞ്ഞതെന്നാണ് ഇപ്പോഴും ചില നേതാക്കൾ സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തത്. അത്തരത്തിൽ ഒരു ചർച്ച വരുമ്പോഴും പാർട്ടിക്ക് വോട്ട് കുറഞ്ഞത് ഗൗരവത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും കാണുന്നത്. കാരണം വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യമായ തരത്തിൽ പാർട്ടിയിൽ ക്ഷീണം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും തദ്ദേശ ഭരണ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ആ വാർഡ് വിഭജനത്തെ സംബന്ധിച്ച UDF മുന്നോട്ട് വെച്ചത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ആ ബില്ല് പാസാക്കി ഗവർണറുടെ പരിഗണനയ്ക്ക് അയക്കാൻ തീരുമാനിച്ചത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ വിയോജിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലേക്ക് ഇതുപോലെ തന്നെ പാർട്ടി മുന്നോട്ട് വരികയാണെങ്കിൽ കനത്ത പരാജയം ഉണ്ടാകുമെന്ന് തന്നെ നേതാക്കൾ പറയുന്നു. അത് കഴിഞ്ഞ തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും വരുന്നുണ്ട്. നിലവിലെ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഏകദേശം നല്ലൊരു ശതമാനം വോട്ട് BJPക്ക് ലഭ്യമായിരിക്കുന്നു. അതാണ് പാർട്ടി കാര്യമായി പഠിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് BJPക്ക് തൃശ്ശൂരിൽ ഒരു ആളിനെ പാർലമെന്റിൽ എത്തിക്കാൻ കഴിഞ്ഞത്, അതും 70,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി. അത്തരത്തിൽ 70,000 വോട്ട് സാധാരണഗതിയിൽ ലഭ്യമാകാൻ ഒരു സാഹചര്യവുമില്ല. പാർട്ടിയോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ആളുകളിൽ നിന്നും മറിച്ചു ചിന്തിച്ചിരിക്കുന്നു. ആ ചിന്തയാണ് BJPക്ക് അനുകൂലമായി മാറിയിരിക്കുന്നതെന്ന് തന്നെ പ്രാഥമിക ഘട്ടത്തിൽ പാർട്ടിയെ വിലയിരുത്തുകയും ചെയ്യുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ BJPക്ക് വോട്ട് കൂടിയ സാഹചര്യം, അത് BJPയിലേക്ക് വോട്ട് പോയ സാഹചര്യം, അത്തരത്തിൽ ഇതൊക്കെ തന്നെ പാർട്ടി പഠിക്കും. പാർട്ടിക്ക് തിരുത്തൽ വേണമെന്നുണ്ടെങ്കിൽ തിരുത്തും എന്ന് തന്നെയാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിലും പറയുന്നത്. ഇത് കൂടാതെ സംസ്ഥാന സമിതിയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി തീരുമാനിക്കേണ്ടതായി വരും. പ്രത്യേകിച്ചും മന്ത്രി കെ രാധാകൃഷ്ണൻ ഇപ്പോൾ പാർലമെന്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, പകരം ദേവസ്വം ബോർഡിന്റെ ചുമതലയും ഉള്ള ഒരു മന്ത്രിയെ കണ്ടെത്തണം. അത് പട്ടികവർഗ വിഭാഗത്തിലുള്ള ഒരു മന്ത്രി തന്നെ വേണം എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അത്തരത്തിൽ മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടിയെ കൂടി ഒരു MLAക്ക് ഒരു മന്ത്രിയെ കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത് ചർച്ചയാവും. സാധാരണഗതിയിൽ ഒരുപക്ഷെ ഇത്രയും ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് പറയുമ്പോഴും അത്തരത്തിൽ ഒരു ഹിതപരിശോധന അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ഒരു പുനഃസംഘടന നടത്തിയ ഹിതപരിശോധനയ്ക്ക് പാർട്ടി തയ്യാറെടുക്കാൻ സാധ്യതയില്ല. അത്തരത്തിലൊരു പരിശോധന പാർട്ടിക്ക് വേണ്ട എന്ന നിലപാട് തന്നെയാണ് സംസ്ഥാന നേതൃത്വവും എടുത്തിട്ടുള്ളത്. എന്നിരുന്നാൽ തന്നെയും ഒരു മുഖമിനുക്കൽ ആവശ്യമാണെന്ന് CPI തന്നെ പറയുന്നു. മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി മാറി നിൽക്കണം തരത്തിലുള്ള ആരോപണങ്ങൾ CPIയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു പക്ഷേ മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ച് പോലും ഈ CPM യോഗത്തിൽ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അതേസമയം അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കേണ്ടത് LDF യോഗത്തിലാണ്. CPM മന്ത്രിമാരിൽ വലിയ പ്രതീക്ഷയുണ്ട്. കാരണം പ്രോഗ്രസ് റിപ്പോർട്ടിൽ പാർട്ടി ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ കൃത്യമായി നിറവേറ്റുവാൻ മന്ത്രിമാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലാണ് പ്രോഗ്രസ് റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. മാത്രമല്ല അടുത്ത 100 കർമ്മ പരിപാടികൾ ജൂലൈയിൽ തുടങ്ങാൻ പോകുന്നു, ഒക്ടോബറിൽ അവസാനിക്കുന്നു. ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിരിക്കുന്ന ആ അവിശ്വാസം വീണ്ടെടുക്കുവാൻ, അല്ലെങ്കിൽ അവിശ്വാസം നഷ്ടപ്പെട്ടുപോയ വിശ്വാസം വീണ്ടെടുക്കുവാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ പാർട്ടിക്കുണ്ട്. എന്തായാലും ഈ 5 ദിവസം നീണ്ടു നിൽക്കുന്ന നേതൃയോഗം വലിയ തരത്തിലുള്ള മാറ്റം പാർട്ടിയിൽ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പാർട്ടി അണികൾക്കും പാർട്ടി നേതാക്കൾക്കുമുള്ളത്. ശരി.
സമഗ്രമായ വിവരങ്ങൾ നൽകിയത് ബിനോയ്.